വാഷിംഗ്ടൺ ഡിസിയുടെ ആകാശരൂപത്തെ അടിമുടി മാറ്റിക്കുറിക്കാൻ പോകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ലോകപ്രശസ്തമായ ഇന്ത്യ ഗേറ്റിന്റെയോ പാരീസിലെ ആർച്ച് ഡി ട്രയംഫിന്റെയോ മാതൃകയിൽ ഒരു കൂറ്റൻ വിജയ കവാടം തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ. കേവലം ഒരു സ്മാരകം എന്നതിനേക്കാൾ അമേരിക്കൻ കരുത്തിന്റെയും പ്രൗഢിയുടെയും അടയാളമായി ഇതിനെ മാറ്റാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. എന്നാൽ ചരിത്രപ്രധാനമായ വാഷിംഗ്ടൺ നഗരത്തിന്റെ പൈതൃകത്തെയും സന്തുലിതാവസ്ഥയെയും ഈ കൂറ്റൻ നിർമ്മിതി തകിടം മറയ്ക്കുമെന്ന് ഒരു വിഭാഗം ചരിത്രകാരന്മാരും വാസ്തുശില്പികളും ആശങ്കപ്പെടുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികം അഥവാ സെമിക്കിൻ സെന്റനിയൽ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ സ്മാരകം വിഭാവനം ചെയ്തിരിക്കുന്നത്. 250 വർഷങ്ങൾക്ക് 250 അടി എന്ന ലളിതവും എന്നാൽ അതിശക്തവുമായ ആശയമാണ് ട്രംപ് ഇതിനായി മുന്നോട്ട് വയ്ക്കുന്നത്. 250 അടി ഉയരമുള്ള ഈ കവാടം യാഥാർത്ഥ്യമായാൽ അത് വാഷിംഗ്ടണിലെ മറ്റ് പ്രശസ്ത സ്മാരകങ്ങളെ നിഷ്പ്രഭമാക്കും. ഉദാഹരണത്തിന് വൈറ്റ് ഹൗസിന് ഏകദേശം 70 അടി മാത്രമാണ് ഉയരം. വിഖ്യാതമായ ലിങ്കൺ മെമ്മോറിയലിന് 100 അടിയും പാരീസിലെ ആർച്ച് ഡി ട്രയംഫിന് 164 അടിയുമാണ് ഉയരം. ഈ കണക്കുകൾ പരിശോധിച്ചാൽ ട്രംപ് വിഭാവനം ചെയ്യുന്ന കവാടം എത്രത്തോളം ഭീമാകാരമായിരിക്കുമെന്ന് വ്യക്തമാകും നമുക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ചായ സെന്റ് ലൂയിസിലെ ഗേറ്റ് വേ ആർച്ചിന്റെ അതിന്റെ ഉയരം 630 അടിയാണ്. അതിന്റെ പകുതിയോളം ഉയരം ഇതിനുണ്ടാകും. പാരീസിലെ സ്മാരകത്തേക്കാൾ വലിയ ഒന്ന് പണിയുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. വാഷിംഗ്ടൺ ഡിസിയിലെ മെമ്മോറിയൽ സർക്കിൾ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ കവാടത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. പോട്ടോമക് നദിക്കരയിൽ ലിങ്കൺ മെമ്മോറിയലിനും ആർലിംഗ്ടൺ നാഷണൽ സെമിറ്ററിക്കും ഇടയിലുള്ള ഈ പ്രദേശം അമേരിക്കൻ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. ലിങ്കൺ മെമ്മോറിയലിനെ ആർലിംഗ്ടൺ ഹൗസുമായി ബന്ധിപ്പിക്കുന്ന മെമ്മോറിയൽ ബ്രിഡ്ജ് അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമുള്ള വടക്കൻ സംസ്ഥാനങ്ങളുടെയും തെക്കൻ സംസ്ഥാനങ്ങളുടെയും പുനരേകീകരണത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരമൊരു ഗൗരവമേറിയ പശ്ചാത്തലമുള്ള സ്ഥലത്ത് ആഘോഷത്തിന്റെ പ്രതീകമായ ഒരു വിജയ കവാടം സ്ഥാപിക്കുന്നത് ആ പ്രദേശത്തിന്റെ പ്രശാന്തതയെയും പ്രതീകാത്മകതയെയും ബാധിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. വാസ്തുവിദ്യാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്രയും വലിയൊരു നിർമ്മിതി ആർലിംഗ്ടൺ ഹൗസിലേക്കുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തുകയും ലിങ്കൺ മെമ്മോറിയലിന്റെ ഗാംഭീര്യത്തെ കുറയ്ക്കുകയും ചെയ്യും. ഈ പദ്ധതി കേവലം ഒരു ആശയത്തിൽ ഒതുങ്ങുന്നതല്ല. ഇതിനകം തന്നെ ഇതിനായുള്ള നടപടികൾ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് തന്നെ ഇതിന്റെ 3 വ്യത്യസ്ത ഡിസൈനുകൾ പങ്കുവച്ചിരുന്നു. അതിൽ സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങൾ ഉൾപ്പെടുത്തിയ ഡിസൈനുകൾ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയെ പ്രതിഫലിപ്പിക്കുന്നു. വൈറ്റ് ഹൗസിലെ ഈസ്റ്റ് വിങ്ങിൽ നിർമ്മിക്കുന്ന പുതിയ ബാൾറൂം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന സ്വകാര്യ സംഭാവനകൾ ഇതിനായി ഉപയോഗിക്കാനാണ് പ്രസിഡന്റിന്റെ നീക്കം. ഏകദേശം $400 മില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് നിയമപരമായ പല കടമ്പകളും കടക്കാനുണ്ട്. നാഷണൽ പാർക്ക് സർവീസ്, കമ്മീഷൻ ഓഫ് ഫൈൻ ആർട്സ് തുടങ്ങിയ ഏജൻസികളുടെ അംഗീകാരത്തിന് പുറമെ കോൺഗ്രസിന്റെ പച്ചക്കൊടിയും ഇതിന് ആവശ്യമാണ്. ഈ കടമ്പകൾ മറികടക്കാൻ അറ്റ്ലാന്റ ആസ്ഥാനമായുള്ള പ്രശസ്ത ഡെവലപ്പർ റോഡ്നി മിംസ് കുക്കിനെ പോലെയുള്ളവരെ ട്രംപ് ഔദ്യോഗിക പദവികളിൽ നിയമിച്ചിട്ടുമുണ്ട്. വാഷിംഗ്ടൺ ഡിസിയിലെ കെട്ടിടങ്ങളുടെ ഉയരം നിയന്ത്രിക്കുന്ന കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. നഗരത്തിന്റെ സ്വാഭാവികമായ ആകാശരൂപം നിലനിർത്താനാണ് ഈ നിയമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പദ്ധതി ഈ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ആർലിംഗ്ടൺ ഹൗസ് ഒരു കളിപ്പാട്ട വീട് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ കവാടം വളരുമെന്ന് ചരിത്രകാരനായ കാൽഡർ ലോത്ത് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം നഗരത്തിന്റെ മധ്യഭാഗത്ത് തിരക്കേറിയ സ്ഥലത്ത് ഇത് നിർമ്മിക്കുന്നതിന് പകരം കുറച്ചുകൂടി ശാന്തമായ ബർണി സർക്കിൾ പോലെയുള്ള ഇടങ്ങളിലേക്ക് ഇത് മാറ്റണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വരാനിരിക്കുന്ന സ്വാതന്ത്ര്യദിന വാർഷികത്തിന് മുൻപ് നിർമ്മാണം ആരംഭിക്കണമെന്ന വാശിയിലാണ് വൈറ്റ് ഹൗസ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കവാടം കേവലം ഒരു കെട്ടിടമല്ല, അത് അമേരിക്കയുടെ പുനരുജ്ജീവനത്തിന്റെ അടയാളമായാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ലോകത്തിലെ പ്രമുഖ തലസ്ഥാന നഗരങ്ങളിലെല്ലാം ഇത്തരമൊരു കവാടമുണ്ടെന്നും വാഷിംഗ്ടണിന് അതില്ലാത്തത് വലിയൊരു കുറവാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വാസ്തുവിദ്യാ ശൈലിയിൽ ഇന്ത്യ ഗേറ്റിനോട് സാമ്യമുള്ള ഈ നിർമ്മിതി പണി കഴിപ്പിച്ചാൽ അത് വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുമെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ഇത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ വിനയത്തിന് വിരുദ്ധമായ ഒരു പ്രകടനമാണെന്ന് കരുതുന്നവരും കുറവല്ല. 250-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അമേരിക്ക എന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ പദ്ധതിയിലൂടെ സജീവമായിരിക്കുകയാണ്. വരും മാസങ്ങളിൽ ഈ പദ്ധതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയവും സാങ്കേതികവുമായ തർക്കങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിൽ നിർണായകമാകും. വാഷിംഗ്ടണിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഈ ഗ്രാൻഡ് ആർച്ച് മാറുമോ അതോ വലിയൊരു വിവാദമായി അവശേഷിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. എങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ കല്ലിലും മണ്ണിലും കൊത്തിവെക്കാനുള്ള ഈ ശ്രമം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.